ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് പഴഞ്ചൊല്ല് പറയാം കേട്ടോ. അത്താഴം മുടക്കാൻ നീർക്കോലി മതി. അതിൻ്റെ അർത്ഥം, വിഷമില്ലാത്ത നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. പാമ്പു കടിയേറ്റാൽ അത്താഴം കഴിക്കരുതെന്നാണ് പ്രമാണം. എത്ര നിസ്സാരന്മാർക്കും ചെറിയ ഉപദ്രവങ്ങൾ വരുത്താൻ കഴിയും. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നതിൻ്റെ നേരെ എതിരാണ് ഈ പഴമൊഴി. നിസ്സാരന്മാർക്ക് ചെറിയതായാലും സഹായം ചെയ്യാൻ കഴിയുമെന്ന പോലെ ഉപദ്രവിക്കാനും സാധിക്കുമെന്ന് ഈ മൊഴി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പാമ്പിനെപ്പറ്റി നല്ല അറിവില്ലാത്ത സാധാരണക്കാർക്ക് നീർക്കോലിയുടെ കടി ഭയമുണ്ടാക്കുന്നു. അവർക്ക് നീർക്കോലിയുടെ കടി വിഷശങ്കയുണ്ടാക്കും. അപ്പോൾ അത്താഴം കഴിക്കാതെ ഇരിക്കാൻ മറ്റുള്ളവർ ഉപദേശിക്കും. അങ്ങനെ ഈ നിസ്സാരൻ്റെ ദംശനം അത്താഴം മുടക്കുന്ന ഉപദ്രവമായി കലാശിക്കും. അതിനാൽ നിസ്സാരന്മാർക്കും ചെറിയ ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുമെന്ന് സ്പഷ്ടമാണല്ലോ. ഇഷ്ടായ പഴമൊഴി? അധികമായാൽ അമൃതും വിഷം. എത്ര നല്ല വസ്തുവായാലും അമിതമായാൽ ദോഷഹേതുവായി ഭവിക്കും. അമൃത് ഒരു തുള്ളി അകത്ത് ചെല്ലുന്നത് ജീവന് ഗുണകരമാണ്. പക്ഷെ അത് അമിതമായി ഉപയോഗിച്ചാൽ ജീവഹാനി പോലും ഉണ്ടായേക്കും. നെയ്യ് നല്ല വസ്തുവാണ്. അത് അധികമായി സേവിച്ചാൽ പല അസുഖങ്ങളും ഉണ്ടാകുമല്ലോ. ഏതും പാകത്തിനെ നൽകാവൂ. അതിസർവത്ര വർജയേൽ എന്ന് സംസ്കൃതത്തിലും ഒരു ചൊല്ലുണ്ട്. മിതത്വം പാലിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. രുചിയുണ്ടെന്ന് കരുതി കണ്ടമാനം വെട്ടി വിഴുങ്ങിയാൽ അത് അജീർണത്തിനും മറ്റും പല അസുഖങ്ങൾക്കും ഹേതുവായിത്തീരും. അതിനാൽ ഏതും അമിതമാകാതെ ശ്രദ്ധിക്കണം. അധികമായാൽ അമൃതും വിഷം. എത്ര നല്ല വസ്തുവായാലും അമിതമായാൽ ദോഷഹേതുവായി ഭവിക്കും. ഇതാണ് പഴഞ്ചൊല്ല് കേട്ടോ. വേറൊരു പഴഞ്ചൊല്ല് കേട്ടോ, കേട്ടിട്ടുണ്ടാവും. അമ്മയുടെ മടിയിലിരിക്കുകയും വേണം, അച്ഛൻ്റെ കൂടെ നടക്കുകയും വേണം. അപ്രായോഗികമായ ശാഠ്യം എന്നാണ് പറയുന്നത്. നമ്മിൽ പലരും ദുശ്ശാഠ്യക്കാരാണ്. വാശി പിടിക്കുന്നത് പ്രായോഗികം കൂടിയാണോ എന്ന് നാം ആലോചിക്കണം. അമ്മയുടെ മടിയിലിരിക്കണം, അതേസമയം അച്ഛനോടൊത്ത് നടക്കുകയും വേണം. രണ്ടും കൂടി എങ്ങനെ സാധിക്കും? ഏതെങ്കിലും ഒന്നേ ഒരു സമയത്ത് സാധിക്കും. ഇത്തരം വാശി പ്രായോഗികമല്ല. ഇത് ദുശ്ശാഠ്യമാണ്. നടക്കാത്ത കാര്യത്തിന് വാശി പിടിച്ചിട്ട് പ്രയോജനമുണ്ടാകുമോ? അതിനാൽ ദുശ്ശാഠ്യങ്ങൾ നാം ഒഴിവാക്കിയേ മതിയാവൂ. വഴക്കാളികളായ ചിലരുണ്ട്. അവർക്കു തന്നെ നല്ല ഉറപ്പുണ്ട് അവർ പറയുന്ന കാര്യം നടക്കില്ലെന്ന്. എന്നിട്ടും വാശി പിടിക്കും. എന്തിനാണത്? വഴക്കുണ്ടാക്കി രസിക്കാൻ. ഇത്തരം ദുർവാശികളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കേട്ടോ. അമ്മയുടെ മടിയിലിരിക്കുകയും വേണം, അച്ഛൻ്റെ കൂടെ നടക്കുകയും വേണം. അപ്രായോഗികമായ ശാഠ്യം. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ല് തന്നെയാണ്, അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന. ഒരുവന് ദുഃഖമുണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കേണ്ട ആൾ അതിൽ ശ്രദ്ധിക്കാതെ സുഖിച്ചു വാഴുക. പ്രാണവേദനയിൽ കിടന്നു പിടയുന്ന അമ്മ, ആ അമ്മയെ അല്പമെങ്കിലും ആശ്വസിപ്പിക്കേണ്ട മകൾ അതിന് തുനിയാതെ ഒന്നും കണ്ടില്ലെന്ന നാട്യത്തിൽ വീണ വായിച്ചു കൊണ്ടിരുന്നാലോ? അന്യരുടെ ദുഃഖം ലഘൂകരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാനോ സുഖത്തിൽ മുഴുകാനോ ഒരിക്കലും പാടില്ല. പരസുഖമേ സുഖം എനിക്കു നിയതം, പരദുഃഖം ദുഃഖം എന്ന് മഹാകവി ഉള്ളൂർ പാടിയതുപോലെ വർത്തിക്കേണ്ടവരാണ് നാം. പരദുഃഖത്തെ തൻ്റെ കൂടി ദുഃഖമായി ഗണിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടായിരിക്കണം. അത് കണ്ടില്ലെന്ന് ഭാവിച്ച് സ്വസുഖത്തിൽ മുഴുകുന്നത് സ്വാർത്ഥികളുടെ സ്വഭാവമാണ്. അടുത്ത പഴഞ്ചൊല്ല്, അമ്മായി ഉടച്ചത് മൺചട്ടി, മരുമകൾ ഉടച്ചത് പൊൻചട്ടി. അത് ഇഷ്ടപ്പെട്ടവരുടെ തെറ്റ് നിസ്സാരവും ഇഷ്ടമില്ലാത്തവരുടേത് ഗുരുതരവും. അമ്മായി മരുമകൾ പോരിനെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണിത്. രണ്ടുപേരും ചെയ്ത കുറ്റകൃത്യം ഒന്ന് തന്നെ. പക്ഷെ അമ്മായി ചെയ്തത് നിസ്സാരമായും മരുമകൾ ചെയ്തത് ഗുരുതരമായും വ്യാഖ്യാനിക്കുന്നു.
തനിക്കിഷ്ടപ്പെട്ടവർ ചെയ്ത കുറ്റങ്ങളെ ലഘൂകരിച്ചു കാണുന്നതും ഇഷ്ടമില്ലാത്തവരുടെ കുറ്റം പർവ്വതീകരിച്ചു കാണുന്നതും ലോക സ്വഭാവമാണ്. ഇത് നീതിക്ക് ചേർന്നതല്ല. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെ. ശരിയായൊരു നീതിബോധം നാം ബോധപൂർവം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കേട്ടോ. അമ്മായി ഉടച്ചത് മൺചട്ടി, മരുമകൾ ഉടച്ചത് പൊൻചട്ടി. ഇഷ്ടപ്പെട്ടവരുടെ തെറ്റ് നിസ്സാരമാവും, ഇഷ്ടമില്ലാത്തവരുടേത് ഗുരുതരം. അല്പന് ഐശ്വര്യമുണ്ടായാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക. അല്പന്മാർ ധനികരാകുമ്പോൾ അത് അന്യരെ ധരിപ്പിക്കാൻ അവർ അസ്ഥാനത്തും ആഡംബരം കാട്ടിക്കൊണ്ടിരിക്കും. കുട പിടിക്കുന്നത് വെയിലോ മഴയോ ഏൽക്കാതിരിക്കാനാണല്ലോ. എന്നാൽ ഇത് രണ്ടുമില്ലാത്ത രാത്രി സമയത്ത് കുട നിവർത്തിപ്പിടിച്ചു യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അല്പൻ തൻ്റെ പ്രതാപം കാണിക്കാനായി അർദ്ധരാത്രിക്കും കുട പിടിക്കും. ഇത് തികച്ചും ആഭാസമാണ്. എളിമയിലാണ് കുലീനത കുടികൊള്ളുന്നത്. ആഡംബരം അവസരത്തിനനുസരിച്ചായിരിക്കണം കാണിക്കേണ്ടത്. മറിച്ചായാൽ അത് തികച്ചും പരിഹാസ്യമായിരിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ ആളായിരിക്കാനുള്ള വെമ്പലാണ് അതിന് പിന്നിൽ കുടികൊള്ളുന്നത്. പൊതുപണക്കാരാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ അധികവും. അല്പന് ഐശ്വര്യമുണ്ടായാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും. ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടത് അല്പനർത്ഥം ഉണ്ടായാൽ അങ്ങനെ കേട്ടാ. അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അളയിൽ ചവിട്ടിയാൽ ചേരയും കടിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അളമുട്ടിയാൽ ചേരയും കടിക്കും, അങ്ങനെ പറയാട്ടാ. അതായത് അക്രമം അസഹ്യമായാൽ കഴിവ് കുറഞ്ഞവനും എതിർക്കും. ആക്രമണങ്ങളിൽ കഴിവ് കുറഞ്ഞവർ സാധാരണ പ്രതികരിക്കാറില്ല. അതായത് അക്രമങ്ങളിൽ കഴിവ് കുറഞ്ഞവർ സാധാരണ പ്രതികരിക്കാറില്ല. കാരണം തൻ്റെ ബലഹീനത അവന് നന്നായി അറിയാം. അടുക്കാനുള്ള ശക്തി ഇല്ലാത്തവൻ ആക്രമണത്തിനെതിരെ ഒന്നും പ്രവർത്തിക്കാൻ ഉത്സാഹിക്കാറില്ല. എന്നാൽ ഒന്നും ചെയ്യില്ല എന്ന് കരുതി പിന്നെയും ദ്രോഹങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ നിസ്സഹായനും അതിനെ ചെറുക്കാൻ ശ്രമിച്ചെന്ന് വരും. ചേര എന്ന ഇനം പാമ്പ് ഭീരുവാണ്. ഓടി രക്ഷപ്പെടാൻ നോക്കുകയല്ലാതെ ചെറുത്തു നിൽക്കാൻ അതൊരിക്കലും ശ്രമിക്കാറില്ല. എന്നാൽ അളയിൽ അടങ്ങി ഒതുങ്ങി കിടക്കുന്ന സമയത്തും അതിനെ ഉപദ്രവിക്കാൻ ചെന്നാൽ ഗത്യന്തരമില്ലാതെ അത് കടിച്ചെന്ന് വരും. ഓടി രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് തിരിഞ്ഞെതിർക്കാൻ അത് തുനിയുന്നത്. അറയിലാടിയേ അരങ്ങത്താടാവൂ. നല്ല പരിശീലനം ലഭിച്ചേ പൊതുജനസമക്ഷം അവതരിപ്പിക്കാവുന്നു. ഏതു തരത്തിലുള്ള കലാപ്രകടനവും നല്ല പരിശീലനത്തിനു ശേഷം മാത്രമേ ആകാവൂ. അരങ്ങത്തു നാണം കെടാതെ പ്രശംസ പിടിച്ചു പറ്റണമെങ്കിൽ പരിശീലനം അത് അത്യന്താപേക്ഷിതമാണ്. ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ നല്ല പരിശീലനം ഉണ്ടായിരിക്കണം. നിരന്തരമായ പരിശീലനം കൊണ്ടേ വേണ്ടത്ര മിഴിവ് കിട്ടൂ. മിഴിവ് കിട്ടിയാലേ നമുക്ക് സ്വയം ഒരു വിശ്വാസം കൈവരൂ. അല്പവിദ്യ ആരെയും കാണിക്കരുത്, അത് നമ്മെ അപഹാസ്യമാക്കും. നല്ല പരിശീലനം ലഭിച്ച് പൊതുജനസമക്ഷം അവതരിപ്പിക്കാവൂ എന്നാണ് പറയുന്നത് പഴഞ്ചൊല്ല്. ആകെ മുങ്ങിയാൽ കുളിരില്ല. നാണം കെട്ടവന് പിന്നെന്ത് നാണക്കേട്. തണുപ്പുകാലത്ത് ശരീരത്തിൽ തണുത്ത വെള്ളം തൊടേണ്ടി വരുമ്പോൾ വല്ലാത്ത കുളിര് അനുഭവപ്പെടും. എന്നാൽ ശരീരം പൂർണ്ണമായും നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിരുന്ന പ്രശ്നം തന്നെ ഇല്ലാതാകും. മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടാൻ അധികമാരും ആഗ്രഹിക്കുകയില്ല. എന്നാൽ നാണം കെട്ട ഒരുവന് പിന്നെ നാണക്കേടിൻ്റെ പ്രശ്നം തന്നെ ഉദിക്കുകയില്ലല്ലോ. കള്ളനെന്ന് പേര് കിട്ടിയവൻ പിന്നെ കക്കാൻ മടിക്കുകയില്ല. നാണം കെട്ടവന് പിന്നെന്ത് നാണക്കേട്. ആകെ മുങ്ങിയാൽ കുളിരില്ല. ഇതാണ് പഴഞ്ചൊല്ല്. ആടറിയുമോ അങ്ങാടി വാണിഭം. മൂഢന് ലോകവിവരമുണ്ടാവുകയില്ല. അങ്ങാടിയിലെ കച്ചവടത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ആടിന് വല്ലതും അറിയാൻ കഴിയുമോ? കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് പുറം ലോകത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അതിൻ്റെ വിചാരം ആ കിണറിൻ്റെ ഉൾവശം മാത്രമേ ഈ പ്രപഞ്ചമുള്ളൂ എന്നായിരിക്കും.
അതുപോലെ അല്പജ്ഞാനികളായ മൂഢന്മാരായി കഴിയുന്ന മനുഷ്യർ ധാരാളമുണ്ട്. അവർക്ക് ലോകപരിചയം തീരെ ഉണ്ടാവുകയില്ല. ഉണ്ണണം ഉറങ്ങണമെന്ന വിചാരം മാത്രമേ ഉണ്ടായിരിക്കൂ. പത്രം വായിക്കുകയോ ലോകവാർത്തകൾ ശ്രദ്ധിക്കുകയോ ചെയ്യില്ല. ജീവിത വിജയത്തിന് ലോകപരിജ്ഞാനം കൂടിയേ തീരൂ. അതില്ലാതെ വന്നാൽ നാം പിന്തള്ളപ്പെടും. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. നന്നായി ആലോചിച്ചു വേണം ആശ കൊടുക്കാൻ. വലുതും വിലയേറിയതുമായ ആനയെ കൊടുത്താലും ഒരാൾക്ക് ആശ കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം. സാധിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നശിപ്പിക്കാവൂ. ആശ കൊടുത്തിട്ട് അത് നിറവേറ്റാനാകാതെ വരുന്നത് വളരെയേറെ ഖേദകരമാണ്. ആശ കൊടുത്ത ശേഷം നിരാശരാക്കുന്നതിലും ഭേദം അത് കൊടുക്കാതിരിക്കുന്നതല്ലേ. പലരും പലതരം പ്രലോഭനങ്ങളും നൽകി കാര്യം നേടാൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയക്കാർ വോട്ടർമാർക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നൽകുക. കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നീട് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും സാധിപ്പിച്ചു കൊടുക്കാത്ത ചില ആളുകളുണ്ട്. അത് കഷ്ടാൽ കഷ്ടതരമാണെന്നേ പറയാവൂ. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഒരു പാട്ടില്ലേ, ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കരുത്. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ? മഹാന്മാർ തൻ്റെ നില മോശമായി പോയാലും നില വിട്ടു പെരുമാറുകയില്ല. വലിയ ജീവിയായ ആനയെ അല്പം ക്ഷീണിച്ചു പോയി എന്നോർത്ത് ആരും തൊഴുത്തിൽ കെട്ടാൻ തുനിയാറില്ല. തൊഴുത്ത് ആനയേക്കാൾ ചെറിയ ജീവിയായ പശുക്കൾക്കുള്ളതാണ്. അതിൽ ആനയെ തളയ്ക്കാൻ ഒക്കുന്നതല്ല. അതിനുള്ള ശ്രമം പാഴാണ്. അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ചിരുന്ന ഒരുവന് അല്പം ക്ഷീണം തട്ടിയാൽ പോലും അന്തസ്സില്ലാതെ പെരുമാറാൻ സാധിക്കുകയില്ല. പട്ടിണി കിടന്നാലും മുണ്ട് മുറുക്കിയെടുത്ത് കഴിയുകയല്ലാതെ ഇരന്നുണ്ണാൻ അയാളുടെ അഭിമാനം സമ്മതിക്കുകയില്ല. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലാണ് കേട്ടോ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം. പരദുഃഖത്തിൽ ആനന്ദിക്കുന്ന സ്വഭാവം. മറ്റുള്ളവർക്ക് കഷ്ടപ്പാടുകൾ വരുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ ധാരാളമുണ്ട്. ദുരിതങ്ങൾ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ അതിൻ്റെ വൈഷമ്യവും ഗൗരവവും നാം മനസ്സിലാക്കുകയുള്ളൂ. ഭ്രാന്തന്മാർ കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ കണ്ടു നിൽക്കാൻ ചിലർക്ക് വലിയ കൗതുകമായിരിക്കും. സ്വന്തപ്പെട്ടവർക്കാണ് അത് വന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനെപ്പറ്റി അല്പമെങ്കിലും ബോധവാന്മാരായവർ അന്യരുടെ ദുഃഖത്തിൽ ഒരിക്കലും സന്തോഷിക്കുകയില്ല. പരദുഃഖം സ്വന്തം ദുഃഖമായി പരിഗണിക്കാൻ കഴിയുമ്പോഴേ നാമെല്ലാം നല്ലവരും വലിയവരുമായിത്തീരും. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം. പരദുഃഖത്തിൽ ആനന്ദിക്കുന്ന സ്വഭാവം. പിന്നെയൊരു പഴഞ്ചൊല്ല് കേട്ടോ. ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ആഗ്രഹം ഫലവത്താകാറാവുമ്പോൾ അതിന് വിഘാതം വരിക. കാക്കകൾക്ക് ആലിൻകായ് വളരെയേറെ ഇഷ്ടമാണ്. തനിക്കിഷ്ടപ്പെട്ട ആലിൻകായ് പഴുത്തു തിന്നാറായപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് വന്നു. ആലിൻപഴം ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ അതിന് എത്ര ദുഃഖകരമാണ്. വളരെയേറെ ആഗ്രഹമുള്ള കാര്യം സാധ്യതമാകാൻ പോകുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരിക ഖേദകരമാണ്. അതിന് ദൗർഭാഗ്യം എന്നേ പറയാനാകും. അങ്ങനെ ഒരു ഭാഗ്യഹീനത വരാതിരിക്കുന്നതിന് ദൈവാനുഗ്രഹം ആവശ്യമാണ്. ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ആഗ്രഹം ഫലവത്താകാറാവുമ്പോൾ അതിന് വിഘാതം വരിക. അതാണ് അർത്ഥം കേട്ടോ. ആവശ്യങ്ങളാണ് സൃഷ്ടിയുടെ മാതാവ്. ആവശ്യം വരുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അമ്മ ആവശ്യകതയാണ്. ഏത് കാര്യവും നേടേണ്ട ആവശ്യബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ നാം അതിനായുള്ള ചിന്തകളും പ്രയത്നങ്ങളും ആരംഭിക്കുകയുള്ളൂ. ഈ ആവശ്യബോധം പുതിയ ഓരോ കണ്ടുപിടുത്തത്തിന് കാരണമായി. പച്ചമാംസം തിന്നലഞ്ഞു നടന്നിരുന്ന ശിലായുഗ മനുഷ്യൻ കാട്ടുതീയിൽ വെന്തു ചത്ത മൃഗങ്ങളെ തിന്നു നോക്കിയപ്പോൾ പച്ചയോടെ ഭക്ഷിക്കുന്നതിനേക്കാൾ സ്വാദിഷ്ടമായി അനുഭവപ്പെട്ടു. തീയാണ് ഇതിന് ഹേതു എന്ന് മനസ്സിലാക്കി. പിന്നീട് തീ എങ്ങനെ ഉണ്ടാക്കാമെന്ന ചിന്ത അവരെ അലട്ടാൻ തുടങ്ങി. അവൻ കാത്തിരുന്നു. മരക്കൊമ്പ് തമ്മിൽ ഉരഞ്ഞ് തീ പിടിക്കുന്നത് യാദൃച്ഛികമാണ്.
അവൻ കണ്ടെത്തിയത്. അതുപോലെ മരക്കൊമ്പുകൾ തമ്മിലുരസി കടഞ്ഞപ്പോൾ തീ ഉത്ഭവിച്ചു. തീയുടെ ഉൽപ്പത്തിക്ക് കാരണം ആവശ്യകതയായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ലോകത്തിലെ ഓരോ കണ്ടുപിടുത്തത്തിന് പിന്നിലും ഇതുപോലെ ഓരോ ആവശ്യമുണ്ടായിരിക്കും. ഇന്നത്തെ പഴഞ്ചൊല്ലുകൾ ഇഷ്ടമായോ? താങ്ക് യു.